ഇപ്രാവശ്യത്തെ ഓണത്തിന് ഉണക്കലരി വെച്ച് നല്ലൊരു പായസം നമുക്ക് തയ്യാറാക്കി നോക്കാം. വളരെ സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഉണക്കലരി ഒന്ന് വേവിച്ചെടുത്ത് വെക്കാം. നല്ലപോലെ കഴുകി ഒരു കുക്കറിലേക്കിട്ട് 1 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം, അതായത് 4 ഇരട്ടി വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത്. 250 ഗ്രാം അരിക്ക് 1 ലിറ്റർ വെള്ളം ചേർത്തിട്ടുണ്ട്. ഒരു വിസിൽ വന്നാൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. വിസിലിൻ്റെ എയർ പോയി കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം. നല്ല പാകത്തിന് വെന്തിരിപ്പുണ്ട്. ഞാൻ പാല് 2 ലിറ്ററാണ് എടുത്തത്. അതിൽ 1 ലിറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി 1 ലിറ്റർ കുക്കറിലിട്ട് ഒരു 2 മണിക്കൂർ അടുപ്പേ വെച്ച് ഒരു പിങ്ക് കളറാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരി എന്തോരണം അത്ര തന്നെ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നമ്മുടെ 1 ലിറ്റർ പാല് ഒഴിച്ചിരിക്കുന്നത് ഒന്ന് നല്ലപോലെ വറ്റി വരണം. നല്ലപോലെ വെന്ത് പഞ്ചസാര ചേർത്ത കാരണം കൊണ്ട് അരി അങ്ങനെ വെന്ത് പോവില്ല. എന്നിട്ട് നല്ലപോലെ പാലവിടെ കിടന്ന് വറ്റി വരുന്നുണ്ട്. ഇതെൻ്റെ പിങ്ക് കളറായ പാല് ഞാൻ ഒരു കപ്പിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു 2 മണിക്കൂറൊക്കെ കുക്കറിലിട്ട് അടച്ചു വെച്ചിരുന്ന് ആക്കിയെടുത്താട്ടെ ഈ കളറ്. ഇങ്ങനെ ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ ആക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിരുന്ന് വളരെ സാവധാനം പിങ്ക് കളറാക്കി എടുത്താൽ മതി. അത് ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് ഇടയ്ക്ക് വിസിലടിച്ച് ഇങ്ങനെ തൂളി പോവുകയാണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. വീണ്ടും ചെറിയ തീയിലിടുക. അങ്ങനെ 2-3 പ്രാവശ്യം ആക്കി കഴിയുമ്പോഴത്തേന് നല്ല പിങ്ക് കളർ ടേസ്റ്റായിട്ട് പാലോട് ഇരിപ്പുണ്ടാവും. നമുക്ക് ഇതിലേക്ക് ഇനിയും ഏലക്കയും ചുക്കൂടെ പൊടിച്ച് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് തിക്നെസ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുക്കറിൽ തന്നെ ഇരുന്നാൽ ചിലപ്പം കുറച്ച് കൂടുതൽ നമ്മുടെ പായസം കുറുകിപ്പോവും. നമുക്കൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വെക്കാം. ഇനിയും ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസൂടെ നെയ്ക്കകത്ത് വറുത്ത് കോരിയിടാം. നെയ്യ് നമ്മുടെ ആവശ്യം അനുസരിച്ച് ചേർക്കാം. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി കൂടുതൽ ചേർക്കാം. നമ്മുടെ ആവശ്യം അനുസരിച്ച് നെയ്യ് ചേർത്ത് ഇത് വറുത്ത് കോരി അതിൻ്റെ മുകളിൽ ഇട്ടാൽ മതി. എല്ലാവരും പെട്ടെന്ന് ഉണക്കലരി മേടിച്ച് ഇങ്ങനെ എളുപ്പത്തിൽ പാൽപ്പായസം ഉണ്ടാക്കി നോക്കി കേട്ടോ. അടിപൊളി ടേസ്റ്റാണേ. അപ്പം എല്ലാവരും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി നോക്കുക. താങ്ക് യു.